തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജില്ലാ ലേബർ ഓഫീസർ ശ്രീ ബിജു ആണ് ഭരണാധികാരി. സർ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്? നമുക്ക് 209 പോളിംഗ് ബൂത്തുകളാണുള്ളത് നേമം മണ്ഡലത്തിൽ. ആ 209 ബൂത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് ഇവിടെ ഇപ്പം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം എല്ലാം കഴിഞ്ഞു. 209 പോളിംഗ് ബൂത്തിലേക്കുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും അവരുടെ പോളിംഗ് സാമഗ്രികൾ ഇവിടുന്ന് വാങ്ങുകയും ചെയ്തിട്ട് ഉടനെ തന്നെ ഇവരെല്ലാം ഇവർക്ക് പ്രത്യേക വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വാഹനത്തിൽ അവരവരുടെ പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് പോകും. നാളെ രാവിലെ മുതൽ പോളിംഗ് ആരംഭിക്കുകയും ചെയ്യും. അവിടെ ചെന്നാലുള്ള പ്രോസസ്സ് എങ്ങനെയാണ്? രാവിലെ ഇത് ഈ മോക്ക് പോളിംഗ് ഒക്കെ നടക്കണമല്ലോ, അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ്? രാവിലെ 5:30 മോക്ക് പോളിംഗ് തുടങ്ങും. അത് 50 മോക്ക് പോളെങ്കിലും ചെയ്യണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 50 മോക്ക് പോൾ ചെയ്യും. അത് പിന്നെ ക്ലിയർ ചെയ്തിട്ട് 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കും. വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ്. ഏതെങ്കിലും കാരണവശാൽ പോളിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യങ്ങളോ അത്തരം സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ? നേമം മണ്ഡലത്തിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവുന്നെങ്കിൽ അതിനുള്ള അടുത്ത നടപടികളിലേക്ക് പോകും. അതായത് സാധാരണ നടപടികളൊക്കെ തന്നെയാണ്. സംസ്ഥാനത്ത് 2.71 കോടി വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഇവിടെ ഉണ്ടായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട്. എന്തായാലും നല്ല നിലയ്ക്ക് കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. പി വി രഞ്ജിത്തിനൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.